ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഇൻസ്റ്റൻറ്റ് ദോശയാണ് തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ബ്രെഡ് ദോശയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഈസി റെസിപ്പി ആയതുകൊണ്ട് ഒരു 5 മിനിറ്റ് സമയം മാത്രം മതി ദോശ റെഡിയാക്കാനായിട്ട്. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഒരു 3 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ബ്രെഡും റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിന് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ ഒരു പരുവത്തിനാണ് മാവിരിക്കാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം, ബേക്കിംഗ് സോഡ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓയിലോ അല്ലെങ്കിൽ നെയ്യായാലും മതി. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ അടിപൊളിയായിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ രണ്ടാമത് ദോശ ഒഴിക്കുന്ന സമയത്ത് ഫ്രൈ പാൻ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പരത്തിയെടുക്കാൻ പറ്റില്ല. കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് അതിൻ്റെ ചൂടൊന്ന് കുറച്ചതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം ഇങ്ങനെ പരത്തി ചുടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ദോശയാക്കി ചുട്ടെടുക്കാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ദോശയാക്കിയാലും മതി. ചെറുതായിട്ട് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. ബ്രെഡ് ദോശ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അരി ഇനി വെള്ളത്തിലിട്ടില്ലെന്നെങ്കിലോ അല്ലെങ്കിൽ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിലും ടെൻഷനൊന്നും വേണ്ട. കുറച്ച് ബ്രെഡും റവയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ദോശയാണ്. നമ്മുടെ തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്